ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കി ഇടിയപ്പവും മുട്ടക്കറിയും കഴിക്കാമെന്ന് തീരുമാനിച്ചു. എന്നും അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കൂല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ തീരുമാനിച്ചു. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇക്ക അൽഹംദുലില്ലാ പള്ളിയിലൊക്കെ പോകാനായിട്ട് വന്നു. ജോലിയിൽ നിന്ന് ഇടയ്ക്കൊക്കെ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നു, പള്ളിയിലൊക്കെ പോയി. പിന്നെ മോനെ കുളിപ്പിച്ച് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വന്നത്. ഇല്ലെങ്കിൽ സമ്മതിക്കത്തില്ലല്ലോ. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതൊക്കെ ഓടിപ്പോയി കഴുകിയിട്ടിട്ട് വന്ന് ഇടിയപ്പവും മുട്ടയൊക്കെ അടുപ്പത്ത് വെച്ചു. അങ്ങനെ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഷോൾഡർ ഒരു വേദന ഉണ്ട്. അപ്പോൾ കഷ്ടപ്പെട്ട് ഞാൻ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇനി എന്താണ്, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പോയി കുളിക്കണം, നിസ്കരിക്കണം, ഓതണം. പിന്നെ കുറച്ച് നോട്ട് എഴുതാനുണ്ട്. പിന്നെ ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ്സിലുണ്ട് കേട്ടോ, അപ്പോൾ ഓൺലൈനായിട്ട്. അപ്പോൾ അതിൻ്റെ നോട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് വർക്ക് ചെയ്യാനും ഉണ്ട്. ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ, ഫ്രോക്ക് പഠിക്കാൻ, ഇപ്പോൾ ഫ്രോക്കിലെത്തി. അപ്പോൾ അത് പഠിക്കാനുള്ള ഇത് തന്നു, അത് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അതൊന്നും ഇന്ന് നടക്കത്തില്ല. ഇന്ന് എങ്ങനെയെങ്കിലും നോട്ട് കംപ്ലീറ്റ് ചെയ്ത് അത് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ആ മിസ് എന്നെ ഓട്ടിക്കും. അതുകൊണ്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം കുളിക്കാൻ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നോട്ടൊക്കെ എഴുതി. പിന്നെ സപ്ലൈകോയിലൊന്ന് പോകണം, സോപ്പൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് വൈകിട്ട് എന്തായാലും സപ്ലൈകോയിലോട്ടൊന്ന് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞാലേ വൈകിട്ടെങ്കിലും ഉണ്ടാക്കി തീരത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ ചെയ്യുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ കുളിയൊക്കെ കഴിഞ്ഞു, ഓതലും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നോട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ടിരുന്നു. അല്ലെങ്കിൽ മോൻ എണീക്കുന്ന മുമ്പ് ചെയ്തത് തന്നെ, അല്ലെങ്കിൽ നോട്ടും പേപ്പറും പേനയും എല്ലാം പോവും. അതുകൊണ്ട് മോൻ ഉറങ്ങുന്ന നേരത്ത് പെട്ടെന്ന് തന്നെ വരയ്ക്കാനുള്ളത് വരച്ചു, എഴുതാനുള്ളത് എഴുതി. പിന്നെ എൻ്റെ ഡ്രസ്സിൽ ഷേപ്പ് ചെയ്യുന്ന സ്കെയിലുണ്ടായിരുന്നു, അത് ഈ മോനെടുത്ത് ഒടിച്ചു കളഞ്ഞു കേട്ടോ. തറയിലിട്ട് കുത്തി അവൻ ഒടിച്ചു കളഞ്ഞു. അപ്പോൾ മോനും ഇക്കായൊക്കെ എണീറ്റു. മോനിക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ സപ്ലൈകോയിൽ പോകാനായിട്ട് റെഡിയായി കേട്ടോ. അപ്പോൾ സപ്ലൈകോയിൽ പോകാനുള്ള പൈസയും റേഷൻ കാർഡൊക്കെ കയ്യിലെടുത്തു. നേരെ ഇതാണ് നമ്മുടെ സപ്ലൈകോ കേട്ടോ. അപ്പോൾ മാർച്ച് 1 ആയതുകൊണ്ട് ഞാൻ എപ്പോഴും മാസം ലാസ്റ്റാണ് സപ്ലൈകോയിൽ ചെല്ലുന്നത്. അപ്പോൾ ഒന്നും കാണത്തില്ല. ഇത് നേരത്തെ ചെന്നതുകൊണ്ട് എനിക്ക് കുറേ സാധനങ്ങൾ കിട്ടി. കുറേയൊന്നും വാങ്ങൂല, ആവശ്യത്തിനുള്ള സാധനങ്ങൾ. എല്ലാ സ്ഥലത്തും സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നു. മോനിക്കുള്ള ആരോ റൂട്ടാണ് നോക്കുന്നത്, പക്ഷേ കിട്ടിയില്ല. പിന്നെ സപ്ലൈകോയിൽ ബില്ലൊക്കെ അടച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ബേക്കറിയിൽ കയറിയിട്ടാണ് മോൻ്റെ ബിസ്ക്കറ്റ് മേടിച്ചത്. മോൻ പിണങ്ങി നിൽക്കുകയാണ്. ചിലപ്പോഴൊക്കെ ചെല്ലുമ്പോൾ അവൻ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കും, അവിടെ ഇരിക്കുന്നതെടുത്ത് ഇപ്പുറത്ത് വയ്ക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ന് അവിടെ ഒരുപാട് പേരെ കണ്ടപ്പോൾ അവൻ സങ്കടപ്പെട്ട് പിണങ്ങി നിൽക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബേക്കറിയിൽ കയറി ബിസ്ക്കറ്റ് മേടിച്ചു. മോനെ കൂടെ കൊണ്ടുപോകാത്തതിന് അവൻ കരച്ചിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇക്കാടെ ഫോൺ മേടിക്കാനായിട്ട് കടയിൽ ചെല്ലാൻ പറഞ്ഞു. കംപ്ലൈൻ്റ് ആയ ഫോൺ ശരിയാക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞങ്ങൾ നേരെ ഫോൺ കടയിൽ പോയി. പിന്നെ അവിടെ നിന്ന് നേരെ പച്ചക്കറി കടയിലോട്ട് പോയി. നമ്മൾ പച്ചക്കറി വാങ്ങുന്ന പാരിപ്പള്ളിയിൽ നിന്നാണ്. അപ്പോൾ ഇതിനിടയിൽ ഉത്സവം, ഒരു ക്ഷേത്രത്തിൽ ഉത്സവം. അപ്പോൾ അതിൻ്റെ ലൈറ്റ്സൊക്കെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ മോനിക്ക് കാണിച്ചു കൊടുത്ത് വീഡിയോയൊക്കെ എടുത്ത് നേരെ നമ്മൾ പച്ചക്കറി കടയിൽ പോയി. അപ്പോൾ തക്കാളിയും പച്ചക്കറി ഒന്നും ഇല്ല, ഇപ്പോൾ നോമ്പല്ലേ, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും വാങ്ങാറില്ലായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറി, സവാളയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹായിക്കണേ.